ക്ലൈമാക്സിൽ പടമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് ആണല്ലോ എല്ലാം. അവസാനത്തെ 20 മിനിറ്റ് തീയാണ്, കത്തിക്കാണ് തിയേറ്ററിനകം. ടീച്ചർ ഇപ്പം എഡിറ്റിംഗായാലും മ്യൂസിക്കായാലും എല്ലാം ശരിയാണ്. സാധനമുണ്ട്, ഇത് കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. എങ്ങനെയുണ്ട് നമുക്ക്? എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ എങ്ങനെയുണ്ട് പടം? വളരെ മനോഹരമായിട്ട് മമ്മൂട്ടി അങ്ങ് ആറാടുകയാണ്. ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഞെട്ടിപ്പോയി. ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. വലിയ ഹൈപ്പൊന്നുമില്ല, എന്നാലും നല്ല പടം കാണണം. ഹൈപ്പ് വേണ്ട, പബ്ലിസിറ്റി വേണ്ട, പ്രചരണം വേണ്ട, ഇന്നലെ മിനിങ്ങാന്നുമായിട്ടുള്ള ടീച്ചർ ഒന്നും വേണ്ട, ട്രെയിലർ പോലും വേണ്ട. അമ്മാതിരി ഹെവി സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അമ്മാതിരി സാധനം, ഹെവി സാധനം. ഇന്നും വരെ മലയാള സിനിമ കാണാത്തൊരു സാധനമാണ് ഇത്. കേരളക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരെ ലോകം ഏറ്റെടുക്കും. ഇത് കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. ഇന്ത്യാവിൽ മാപരം നേടിക്കണം നമുക്ക്, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. എങ്ങനെയുണ്ട്? അടിപൊളി പടമാണ്. മമ്മൂട്ടിയുടെ മാസി അഭിനയം തന്നെ. അത് കാണാത്തവർക്ക് വളരെ നഷ്ടമാണ്. ഓക്കെ, മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക കൊല മാസ്. ലാസ്റ്റത്തെ ഒരു ലുക്ക് ഉണ്ട് ബ്രോ, ലാസ്റ്റ് ലുക്ക് ഉണ്ട്. ആ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു സീനിയർ താരം, ഇതുപോലത്തെ ഒരു സീനിയർ താരം ഇതുപോലത്തെ ഒരു റോൾ വേറെ ആരും ചെയ്യില്ല. ഇതാണ് മമ്മൂക്ക കൊല മാസ്, കൊല മാസ്. തൂക്കിയാടി ഓടിച്ചിട്ടാടി എല്ലാം. എന്താ പറയാ, വേറെ നമുക്ക് എന്തൊക്കെ വാക്കുകളൊന്നുമില്ല. ക്ലാഷായി എന്തായി നമ്മൾ തൂക്കി അടിച്ച് എല്ലാവരും തൂക്കി അടിക്കും. ഒരു സംശയമില്ല. എന്തൊക്കെ ഉണ്ട്, ആരൊക്കെ വന്നിട്ട് ആടി തൂക്കിയാടി. ലാസ്റ്റ് 15 മിനിറ്റ് എടുത്ത് ആടിയോടടിയാണ്. എങ്ങനെയുണ്ട് മമ്മൂക്ക? ക്ലൈമാക്സ് ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മോളെ? നമുക്ക് സ്റ്റൈലിഷ് ഇതിൽ നല്ല സൂപ്പറായിരുന്നു. സ്റ്റൈലിഷ് വേഷം സൂപ്പറാണ്. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചടിക്കുന്നു. നമുക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ ഭയങ്കര ഹാപ്പി. സൂപ്പർ ഡയറക്ഷൻ. മമ്മൂക്കയുടെ സ്റ്റൈല് മൊത്തത്തിൽ മമ്മൂക്കയുടെ ഒരു വിളയാട്ടമാണ്. ആകെ പടം എന്ന് വെച്ചാൽ എൻ്റെ അമ്മോ ഇതുപോലെ ഗൂസ്ബംസ് കിട്ടൂല. കാരണം വിഷു മമ്മൂക്ക തൂക്കി 100 കോടി ഷുവർ 100 കോടി വീട്ടിലായിട്ട്. ഡീനോയുടെ ഡയറക്ഷൻ എൻ്റെ അമ്മ എന്ത് പ്രസ്. ഓരോ ഫ്രെയിമും സിനിമാറ്റോഗ്രാഫി ആയാലും വെരി നൈസ്. അത് മാഫിയ ശശിയുടെയും അതുപോലെ സ്റ്റണ്ട് അതെല്ലാം അടിപൊളിയായിട്ട്. എമ്പുരാനിൽ എന്ത് മിസ്സായ സ്റ്റണ്ടിൽ അത് ഇവിടെ ഇന്ന് കാണും. മമ്മൂക്ക ഇങ്ങനെ ഒരു റോളിൽ കണ്ടിട്ടില്ല. അയ്യോ ഒന്നും പറയില്ല. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. ഒരു രീതിയിൽ ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ക്ലൈമാക്സ്. മാസീവ് സാധനം. വീട്ടിലും പടം എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. ജെയ്സ് വിജയുടെ മ്യൂസിക് അയ്യോ പിടിച്ചിരുന്നു. വീട്ടിലെ സ്കോർ, വീട്ടിലെ പഞ്ച് ഡയലോഗ്. ഒരിടത്തോളം ഗ്രാഫ് താഴ്ന്നില്ലെന്നാണ്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു പോയിന്റ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്ത് ചെറുതായിട്ട് ഗ്രാഫ് താഴ്ന്നു. ഇൻ്റർവെല്ലായാലും ഇൻ്റർവെല് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ. നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലൊന്നും അല്ല ക്ലൈമാക്സ്. ഇത് പടം കാണണം. മമ്മൂക്കയുടെ ആ ലെവല് എൻ്റെ അമ്മയെ ഭയങ്കര ഹാപ്പി. നല്ലൊരു പടം. ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും എല്ലാ പടം പറയാൻ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര ഇതാണ്. ഇതിൽ അത് എല്ലാ രീതിയിലും നമ്മൾ എന്ത് വിചാരിച്ചത് അതിലൊക്കെ ഒത്തിരി ഈ ഹൈപ്പ് എത്ര ഇവരാകുമ്പോഴൊന്നും ഹൈപ്പൊന്നും ഇല്ലെങ്കിലും ഇത് ഈ വേർഡ് ഓഫ് മൗത്ത് വെച്ച് ഇത് വമ്പ ഹിറ്റാകുമ്പോൾ വീട്ടിലെ പടം സൂപ്പർ രീതിയിൽ സിനിമാറ്റോഗ്രാഫി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെയാണ്. ഓരോ ഫ്രെയിമും അത്ര പ്രിസൈസ് ആയിട്ട് സ്റ്റഡി ചെയ്തിരിക്കുക. ഹാർഡ് വർക്ക് അടിപൊളി. മകൻ ചെയ്ത വളരെ വ്യത്യസ്തമായി സൂപ്പറായിട്ട് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ക്ലൈമാക്സ് ഓട്ടിപ്പോയി ഗംഭീരം. സൂപ്പർ ഒന്നും പറയാം. അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഡീസൻ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വെച്ച് മമ്മൂട്ടി അവസാനം സിനിമ മാറ്റി വരച്ചു. പഴയ മമ്മൂട്ടിയിലൊക്കെ കിടിലം പ്രൊഡക്ഷനും കൊള്ളാം. പിന്നെ ആദ്യം കുറച്ച് ഡയലോഗ് കഴിഞ്ഞവരെ കുറേ ആക്ടേഴ്സിന് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആദ്യം ഞാൻ ഡീസൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. അവസാനം വെച്ച് പടം അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ആരുമില്ല എന്ന് വീണ്ടും മമ്മൂക്ക തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 73 വയസ്സിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം, അതായത് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. പടം ഒരു ലാഗ് തന്നെയാണ്. ഒരു 80% 70-80% പടം ലാഗ് തന്നെയാണ്. മംഗളത്തെ സിനിമ കണ്ടതുപോലെ ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ക്ലൈമാക്സ് ഇങ്ങനെ അവരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂക്കയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, പൈസ മുതലാവും. ഈ വിഷയം ഞങ്ങൾ കൊണ്ടുപോകാൻ മമ്മൂക്ക ഫാൻസുള്ളതാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. സൂപ്പർ പടം.
ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. മമ്മൂട്ടി രാമന് അടിപൊളിയായിരുന്നു. പ്രായത്തെക്കുറിച്ച് പറയണമെങ്കിൽ ദുൽഖർ സൽമാൻ്റെ അനിയനെന്നേ പറയുള്ളൂ ഈ പടത്തിൽ മമ്മൂട്ടിയെ കണ്ടിരിക്കുന്നത്. അത്രയും നല്ല